അപ്പൊ ഈ ചക്കക്കൂട്ടാനേ രണ്ടാമത്തെ പാത്രം നമ്മൾ ഇതിക്ക് എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇന്നത്തെ നമ്മളെ ഉച്ചയൂടിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. എല്ലാം നാടൻ വിഭവങ്ങളാണ് കേട്ടോ. അപ്പൊ അമ്മയ്ക്കൊന്നും മതിയായില്ല. അമ്മയ്ക്ക് ചക്കക്കൂട്ടാൻ കണ്ടപ്പോ സുഖണ്ട് ചെക്കപ്പന് പോകാനായിട്ടാ. അപ്പൊ ചക്കക്കൂട്ടാനുണ്ട്. പിന്നെ അതാ നമ്മളെ വീട്ടിലുണ്ടായ തന്നെ വഴുതനയാണ്, അത് ചുപ്പേരി ഉണ്ട്. പിന്നെ നമ്മളെ പച്ചമുളക് ഇതും വീട്ടിലുണ്ടായതാണ്. ഇത് മുളകിനെ ഒന്ന് കുഞ്ഞായിട്ടൊരു ഓട്ടം ഉണ്ടാക്കി കൊടുത്തിട്ട് അതിലേക്ക് ഉപ്പ് നിറച്ചു എന്നിട്ട് എണ്ണയിൽ പൊരിച്ചെടുത്ത് കേട്ടോ. പാകത്തെ എരിവാണ്, നല്ല മൂക്കുടനെ മുന്നേ പൊട്ടിച്ചതാണേ. ചക്ക എല്ലാ ചക്കയും പെട്ടെന്ന് തീർന്നു. ഞാനേ തിന്നേലെ ഏത്തയ്ക്കും വെച്ച് രസമുള്ള ചക്ക അത്രയും വർഷമായിട്ട് അതിന് മുമ്പ് രസം തിന്നിട്ട് നമുക്ക് കിട്ടിയില്ല. പറഞ്ഞത് എങ്ങനെയാണ് ചക്ക ഉണ്ടാക്കി? ഇതില് പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലെ മഞ്ഞളും പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് മുളക് പൊടി പേരിന് മാത്രം ഇട്ടിട്ട് വേവിച്ചതാണ്. വെള്ളം ഒഴിച്ച് എന്നതിന്റെ ശേഷം കടുക് കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് അധികം വെളിച്ചെണ്ണയിൽ ഇങ്ങോട്ട് താളിച്ച് വയ്ക്കുകയാണ്. അപ്പൊ ഭയങ്കര ടേസ്റ്റ്. നമ്മൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പൊ ഉണ്ടാക്കിയപ്പോ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ തക്കാളി ചുട്ട് അരച്ച ചമ്മന്തിയാണ് കേട്ടോ അത്. തക്കാളി ഉള്ളിയും കൂടി ചുട്ടരച്ച ചമ്മന്തി. പിന്നെ അത് ഉള്ളി തക്കാളി അപ്പൂസിന് വാട്ടിയതായിരുന്നു. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പൊ അത് ഞാൻ എല്ലാവരും കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാട്ടാ. അപ്പൊ നമ്മള് ഉച്ചയൂണ് ഇതിങ്ങനെയൊക്കെയാണ്. നിങ്ങളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറയണം കേട്ടോ.